അഭിമന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ആധ്യാത്മിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മളോടൊപ്പം സംബന്ധിക്കുന്ന വിനി കൊച്ചമ്മയ്ക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനുള്ള പെന്തക്കോസ്തി പെരുന്നാൾ നമ്മുടെ മുമ്പിലേക്ക് സമാഗതമാകുന്നത്. സ്വർഗാരോഹണ പെരുന്നാളിലൂടെ പ്രാപിച്ച നന്മകളും കൃപകളും സ്വീകരിച്ചുകൊണ്ട് കാത്തിരിപ്പിന്റെ 10 ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് സഭയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിന്റെ പെരുന്നാളിന്റെ പ്രത്യേകമായ ഒരു ശുശ്രൂഷ കേരളത്തിൽ പരിമല ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ധാരാളം പേർ അതിൽ പങ്കെടുത്ത് ദൈവകൃപയെ പുതുക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടുകൂടി അതിൽ കടന്നു വന്നത് ഞാനിപ്പോൾ നാട്ടിലായിരുന്നത് കൊണ്ടും ഇന്ന് പരിമല വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അതെനിക്ക് നേരിട്ട് കാണുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ദേവാലയങ്ങളും ഒക്കെ അപ്രകാരം പരിശുദ്ധാത്മാവിന്റെ പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു വെള്ളിയാഴ്ച കാലം കൂടി നമ്മൾ ഇന്ന് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉപവാസത്തോടെ കടന്നു വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ദൈവം ഇന്ന് അയച്ചത് കേരളത്തിൽ നിന്ന് ഒരു കൊച്ചമ്മയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മളോടൊപ്പം സമ്മേളിക്കുമ്പോൾ ദൈവകൃപ സമൃദ്ധമായി കൊച്ചമ്മയിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകട്ടെ എന്നും വേദപുസ്തകത്തിന്റെ പൊരുളുകളും സഭയുടെ വിശ്വാസവും ഒക്കെ നന്നായി ഞങ്ങളെ പഠിപ്പിച്ച് ബലപ്പെടുത്തുവാൻ അത് ഞങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൊച്ചമ്മയെ അറിയുന്നതോടൊപ്പം കൊച്ചമ്മയുടെ പിതാവായിരിക്കുന്ന വൈദികനെയും നമുക്കൊക്കെ പരിചയമാണ്. ഡോക്ടർ രഞ്ജു പി കോശി അച്ഛൻ. അച്ഛൻ്റെ സഹധർമ്മിണിയാണ് വിനി വി ജോൺ കൊച്ചമ്മ. രണ്ടുപേരും +2 അധ്യാപകരാണ്. അതോടൊപ്പം തന്നെ സഭയുടെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ആധ്യാത്മിക ശുശ്രൂഷയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കൈകോർത്ത് പ്രവർത്തിക്കുന്നവരാണ്. കഴിഞ്ഞ കോവിഡ് കാലം അടച്ചിട്ട മുറിക്കുള്ളിൽ വെല്ലുവിളികളെയും നിയന്ത്രണങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അറിവിന്റെ ഒരു പുതിയ ചാനൽ, വിസ്ഡം ചാനലിലൂടെ ധാരാളം പേർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിച്ചു. ആയിരക്കണക്കിന് എപ്പിസോഡുകൾ ധാരാളം പേർക്ക് പ്രയോജനപ്രദമായി രണ്ടുപേരും കൈകാര്യം ചെയ്തു. ധാരാളം പേർക്ക് അതിന്റെ സമ്മാനം ലഭിച്ചു. ഈ സന്തോഷമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഫിസിക്സ് അല്ലെങ്കിൽ ഊർജതന്ത്രം അതിന്റെ ഉപരിപഠനം പൂർത്തീകരിച്ച കൊച്ചമ്മ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നതും ഊർജത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ്. ഫിസിക്സ് അത് പഠിപ്പിക്കുന്നതോടൊപ്പം വേദപുസ്തകത്തിന്റെ തന്ത്രങ്ങളെയും അടിസ്ഥാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ശുശ്രൂഷ കൈകാര്യം ചെയ്യുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പും MMVSന്റെ അഖിലമലങ്കര അടിസ്ഥാനത്തിലുള്ള പല പാഠ്യപദ്ധതികൾക്കും സ്വന്തം ശ്രമപ്രകാരം യൂട്യൂബിലൂടെ നല്ല ക്ലാസ്സുകൾ, പഠന ക്ലാസ്സുകൾ തയ്യാറാക്കി അയച്ചതും നമ്മളൊക്കെ സന്തോഷത്തോടെ ഓർക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കൊച്ചമ്മയിലൂടെ ഈ ശുശ്രൂഷ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സമയം നമുക്കറിയാം, ഏകദേശം 9 മണി കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നത് കേരളത്തിലുള്ള ആളുകൾ. എങ്കിലും അമേരിക്കയിലുള്ളവർക്ക് ഇത് പകൽ വെളിച്ചത്തിന്റെ സമയമാണ്. ജോലി ഭാരത്തിന്റെ ഇടയ്ക്കും അല്പസമയം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവർക്കും വേണ്ടി വിനി വി ജോൺ കൊച്ചമ്മയെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപ സമൃദ്ധമായി ഒഴുകട്ടെ, നന്മകൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛാ. തുടങ്ങാവുന്ന അച്ഛാ? തുടങ്ങാം. ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന അധിപൻ അഭിവന്ധ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേൻസ്,
മർത്തമറിയം സമാജം വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് ബി പ്രകാശച്ചൻ, മർത്തമറിയം സമാജം സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും ആദരണീയായ സുനു ജോയ്, ട്രഷറർ ആദരണീയായ ലിനി കൊച്ചമ്മ, ഇതിന്റെ മുൻകാല ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട സാലി തമ്പാൻ കൊച്ചമ്മ, ഇന്നത്തെ ഈ ഫാസ്റ്റിംഗ് പ്രെയർ ഉൾപ്പെടെ നമ്മുടെ മർത്തമറിയം സമാജത്തിന്റെ ഫാസ്റ്റിംഗ് പ്രെയർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ എലിസബത്ത് തറകൻ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഇന്ന് നമുക്ക് ദൈവവചനം വായിച്ച് നമ്മെ കേൾപ്പിക്കുകയും മനോഹരമായ ഗാനങ്ങളാൽ ദൈവസന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്ത ഏറ്റവും ആദരണീയരായ ചിത്ര മാത്യു, വിൻസി പുന്നൂസ്, മോളി ജോൺ, റിൻഡ ജോഷി, മേരി ഷാജി, ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഏറ്റവും ആദരണീയായ സാറ ജോൺ, ക്രിസ്തുവേശുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മർത്തമറിയം സമാജത്തിന്റെ റീജിയണൽ ഏരിയ യൂണിറ്റ് വൈസ് ഭാരവാഹികളെ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹ വന്ദനം. ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ പറഞ്ഞതുപോലെ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവം മനുഷ്യന് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് സാങ്കേതിക വിദ്യകൾ നിർമ്മിച്ചുകൊണ്ട് ദൈവവചനവും ദൈവസ്നേഹത്തിലും ഒത്തൊരുമിച്ച് ആയിരിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 20 മിനിറ്റ് ആണ് എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഈ വചന കേൾവി നമുക്ക് നിർത്താം എന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുള്ള ഈ വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ മർത്തമറിയം സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയെയും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും എല്ലാ വൈദികരെയും ഞങ്ങളുടെ സഭയുടെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനത്തിന് കീഴിലായിരിക്കുന്നു. അങ്ങയുടെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. പറയുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ ശോധന ചെയ്യുന്നവയാണ്. അത് തീയാണ്, ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. പാറയെ തേർക്കുന്ന ചുറ്റികയാണ്, പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് ഒപ്പമുള്ളതാണ്. ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം വരുത്തുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങ് ഞങ്ങൾക്ക് അയച്ചു തരണമേ. മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം തന്നെ പറയുവാനും കേൾക്കുവാനും അങ്ങ് അനുവദിക്കണമേ. വീണ്ടും ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കേട്ടുവിട്ട് ശിക്ഷയ്ക്കാകാതെ ദൈവത്തിന്റെ അനുഗ്രഹത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഏറ്റവും സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെ കാത്തിരിപ്പിന്റെ നാളുകളായി പരിശുദ്ധ സഭ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അനുതാപത്തോടുകൂടി നമ്മളിൽ തന്നിരിക്കുന്ന പരിശുദ്ധ മാമോദീസായാൽ, വിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ നമ്മളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയെ പ്രോജ്വലിപ്പിക്കുന്ന ദിവസങ്ങളായി ഇത് മാറണം. പലപ്പോഴും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും പാപത്തോടുള്ള ആഭിമുഖ്യവും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ കുറയുവാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുതാപത്തോടുകൂടി തിരിച്ചു വന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിക്കുവാനുള്ള ദിവസങ്ങളാണ്, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ക്ഷമിക്കുവാനായി നമുക്ക് അപേക്ഷിക്കാം. ഒരു തീക്കനലിന്റെ മുകളിൽ ചാരം വന്ന് വീണാൽ പലപ്പോഴും അത് മങ്ങിപ്പോകും. ചാരം ഊതിക്കളഞ്ഞാൽ വീണ്ടും അത് കൂടുതൽ ശക്തിയോടെ തിളങ്ങുകയും കത്തുകയും ചെയ്യും എന്ന് നമുക്കറിയാം. ഇതേ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ തിളക്കത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാം. യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഈ പെന്തിക്കോസ്തി എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയക്കും എന്ന്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാര്യസ്ഥൻ എന്ന വാക്ക് ആശ്വാസപ്രദൻ, ഉപദേശിക്കുന്നവൻ, സഹായിക്കുന്നവൻ, പക്ഷവാദം ചെയ്യുന്നവൻ, ശക്തിപ്പെടുത്തുന്നവൻ, എപ്പോഴും കൂടെയിരിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. ഈ അർത്ഥതലങ്ങളുള്ള കാര്യസ്ഥനെയാണ് ക്രിസ്തു നമ്മോടൊപ്പം ആക്കിയിട്ട് ഈ ലോകത്തിൽ നിന്നും പോയത്. എപ്പോഴും നമ്മോടുകൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നടക്കേണ്ടുന്ന വഴി നമ്മളെ ഉപദേശിക്കുവാൻ, നമുക്ക് സഹായമാകുവാൻ, നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷവാദം കഴിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ എപ്പോഴും കൂടെയുള്ളവനായി പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുവീൻ എന്ന്. നാം ഓരോരുത്തരും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകുക എന്നുള്ളതാണ് ദൈവ ഇഷ്ടം എന്ന് പറയുന്നത്. നാം ശക്തി പ്രാപിക്കും എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും എന്ന് പറയുന്നു. ഈ ശക്തി എന്നതിന് കഴിവ്, എബിലിറ്റി, ബലം, കാര്യക്ഷമത, എഫിഷ്യൻസി, ആത്മധൈര്യം, അധികാരം എന്നിങ്ങനെ പല അർത്ഥതലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂമാസ് എന്നുള്ള ഒരു മൂലപദമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിക്കുന്ന ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നാം ശക്തിയുള്ളവരാകും, ആത്മധൈര്യമുള്ളവരാകും, കഴിവില്ലാത്തവരായ നാം കഴിവുള്ളവരായി മാറും, ബലമുള്ളവരായി മാറും, അധികാരമുള്ളവരായി മാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മാറ്റം. നമുക്കറിയാം, ആദിയിൽ സൃഷ്ടി നടത്തിയപ്പോൾ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ, ശൂന്യതയിൽ സകലവും ഉളവാക്കുവാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും നിർമ്മിക്കുവാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം 6 വാക്യത്തിൽ നമുക്ക് ശിംശോനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ശിംശോനെ കുറിച്ച് പറയുകയാണ്, ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്ന്. പരിശുദ്ധ പത്രോസ്ലീഹ പറയുന്നു, നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ഊടാടി നടക്കുന്നു എന്ന്. അങ്ങനെ നമ്മുടെ പ്രതിയോഗിയായ പിശാചിനോട് അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളവാൻ തക്ക ശക്തി നമ്മുടെ മേൽ വരും. എപ്പോൾ
പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ. എന്നാൽ പാപം ചെയ്ത് ശിംശോൻ ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ഈ യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിംശോന്റെ ജീവിതത്തിന്റെ അവസാനം ഒരിക്കൽ കൂടി അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ, എനിക്ക് ആ ശക്തി ഒന്നുകൂടി തരണമേ എന്ന്. പ്രിയമുള്ളവരെ, പാപപങ്കിലമായ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളെയും വിട്ടുപോകാറുണ്ട്. വിട്ടുപോകുമ്പോൾ എങ്ങനെയാണ്? വീണ്ടും ശിംശോൻ നിലവിളിച്ചതുപോലെ അവിടെ നമുക്ക് നിലവിളിക്കുവാനായിട്ട് സാധിക്കണം. നിലവിളിച്ചുകൊണ്ട് നാം തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും യഹോവയുടെ ആത്മാവ് നമ്മളിൽ പുതുക്കം വരും എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. പരിശുദ്ധ കന്യക മറിയാം അമ്മയോട് യേശുക്കുഞ്ഞ് തന്റെ ഉദരത്തിൽ ജനിക്കുമെന്നുള്ള സദ്വാർത്ത കൊടുത്തപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അസാധ്യമായവയെ സാധ്യമാക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉളവാക്കുവാൻ കഴിയുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പോരാടുവാൻ നമുക്കുള്ള ശക്തി നൽകുകയും, എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും തിരിച്ചു പോകുന്ന, കുറഞ്ഞു പോകുന്ന ആത്മാവിന്റെ കൃപയെ നിലവിളിച്ചുകൊണ്ട് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ നമുക്ക് തിരികെ കിട്ടുമെന്നും, അസാധ്യമായവയെ സാധ്യമാക്കുന്നവയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയെന്നും നാം കണ്ടു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുന്നു. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാക്കി തീർക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ, നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ വരേണ്ട മാറ്റം. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. എ പേഴ്സൺ ഹു ഈസ് സെന്റ്. സുവിശേഷം അറിയിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ ലഭിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ നമ്മളായിരിക്കുമ്പോൾ ആ പെന്തിക്കോസ്തിയുടെ പ്രത്യേക ശുശ്രൂഷയിലൂടെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നാം പ്രോജ്വലിപ്പിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 3 മുതൽ 42 വരെ വളരെ ദീർഘമായ വാക്യങ്ങളിലൂടെ നാം പരിചയപ്പെടുന്ന ഒരാളുണ്ട്. ശമരിയക്കാരി സ്ത്രീ എന്ന് നാം വിളിക്കുന്നു. പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. അതിൽ 4-ാം അധ്യായം 28, 29 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണി, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ ദീർഘമായി പ്രതിപാദിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ശമരിയക്കാരി സ്ത്രീ. സ്വന്തം ദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവൾ, വികലമായ ഒരു കുടുംബ ജീവിതത്തിന്റെ ഉടമ, ശമരിയയിലെ ആദ്യ സുവിശേഷിക. സുവിശേഷീകരണം എന്നുള്ളത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ്. ക്രിസ്തീയ സഭകളുടെ ആരംഭം പരിശോധിച്ചാൽ തന്നെ സുവിശേഷീകരണത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ കന്യക മറിയാം അമ്മ മുതൽ പുതിയ നിയമത്തിൽ സുവിശേഷീകരണത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീട്ടിലെ വേല നിമിത്തം കുഴഞ്ഞ മാർത്തയെ ചൂണ്ടിക്കാണിച്ച്, ഇങ്ങനെ നീ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നു. കുരിശോളം തന്നെ അനുഗമിച്ച് ഉയർപ്പിന്റെ സാക്ഷ്യം ആദ്യം ലഭിച്ച മഗ്ദലനക്കാരത്തി മറിയയും
എല്ലാം സുവിശേഷീകരണത്തിന്റെ ഭാഗഭാക്കുകളായിരുന്നു. ഞാൻ ഒരു നായയോ നാരിയോ ആയി ജനിക്കായക കൊണ്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന ഓരോ പ്രഭാതത്തിലും ഉണർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുന്ന യഹൂദ പുരുഷന്മാരുള്ള ഒരു ചുറ്റുപാടിലായിരുന്നു ഇങ്ങനെയുള്ള സ്ത്രീകളെ കൂടി ദൈവം തന്റെ സുവിശേഷീകരണ പ്രക്രിയയിൽ പങ്കാളികളാക്കിയത്. വിശുദ്ധ പൗലോസിനോട് കൂടി സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ സ്ത്രീകളെ പറ്റി പരിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിൽ ഒക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. യുവതിക്കയും സുന്ദുകയും ക്ലേമന്തിനെയും ഒക്കെ അവിടെ പേരെടുത്ത് പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആദിമകാലം മുതൽ സ്ത്രീകൾ എങ്ങനെ ഈ സുവിശേഷീകരണ പ്രക്രിയയുടെ ഭാഗമായിരുന്നു, ലോകം മുഴുവനും എന്റെ സാക്ഷികൾ ആകുവിൻ എന്നുള്ള ആ ദൈവീകമായിട്ടുള്ള ആ ഒരു കൽപ്പന അവർ എങ്ങനെ പാലിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ചിന്ത പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് ഓടിച്ച് പോകാം. യേശു ശമര്യയിലൂടെ യാത്ര ചെയ്ത് സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ എത്തി. അവിടെ വിശ്രമിക്കുമ്പോഴാണ് ഈ ശമരിയ സ്ത്രീയെ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. ഇസ്രായേല്യരും ശമര്യരും തമ്മിൽ വിശ്വാസത്തിലും ആചാരങ്ങളിലും ഒക്കെ കൂടുതൽ സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. യെരൂശലേം ദേവാലയ പുനർനിർമ്മാണത്തിൽ ശമര്യരെ പങ്കെടുപ്പിക്കായക കൊണ്ട് അവർ തങ്ങളുടെ ആരാധന ഗരിസീം മലയിലേക്ക് മാറ്റി. ഗലീലയിൽ നിന്നും യെരൂശലേമിലേക്കും തിരിച്ചും പോകേണ്ടവർക്ക് പോകാൻ എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ശമര്യയിൽ കൂടി കടന്നു പോവുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ ആ വഴി സ്വീകരിക്കാറില്ലായിരുന്നു. ഒരയിത്തമായിരുന്നു അവർക്ക്. അവർ പിന്നീട് യോർദാന്റെ കിഴക്കൻ തീരം ചുറ്റി വളരെ ദൂരം സഞ്ചരിച്ചാണ് ഈ ഗലീലയിൽ നിന്നും യെരൂശലേമിലേക്കും തിരിച്ചുമൊക്കെ പോകാറുള്ളത്. അങ്ങനെ യാത്ര ചെയ്യുന്ന യഹൂദന്മാർ ഉള്ള ഒരു കാലഘട്ടത്തിൽ സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ ക്രിസ്തു തനിക്ക് പോകുവാനുള്ള മാർഗത്തിന് ഇടയ്ക്ക് ശമരിയ പട്ടണം തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. അങ്ങനെ ശമര്യർ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഒക്കെ ആയിരിക്കുമ്പോൾ തന്റെ ഉപമകളിൽ കൂടിയും ശമര്യരെ പറ്റി ക്രിസ്തു പറയുന്നതായി നമുക്ക് കാണാം. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് നന്ദി പറയുവാൻ തിരിച്ചു വന്ന ഒരുത്തൻ ശമരിയാക്കാരനായിരുന്നു. നല്ല ശമരിയാക്കാരന്റെ ഉപമയിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ സംരക്ഷിച്ചതും ശമരിയാക്കാരനായിരുന്നു. ശമരിയ പട്ടണത്തെ തീയിറക്കി നശിപ്പിക്കട്ടെ എന്നുള്ള ചോദ്യത്തിനും വേണ്ട എന്നുള്ള ഉത്തരമായിരുന്നു നൽകിയത്. അതെ, ക്രിസ്തുവിന് തന്റെ രക്ഷാ പദ്ധതിയിലേക്ക് എല്ലാവരെയും ആവശ്യമായിരുന്നു. അവിടെ പദവിയോ വർണ്ണമോ വർഗമോ ഒന്നും ആ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡമായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. പ്രിയമുള്ളവരെ, ഇന്നും നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെ മറ്റാരും വെള്ളം കോരുവാൻ വരുവാൻ സാധ്യതയില്ലാത്ത പൊരിഞ്ഞ വെയിലുള്ള സമയത്ത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് അവൾ വെള്ളം കോരാൻ വന്നു. ആ സമയവും ഒരു ശമരിയാക്കാരി സ്ത്രീയെ നേടുവാൻ വേണ്ടി ലോകരക്ഷകൻ അവിടെ കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സമൂഹ വ്യവസ്ഥയുടെ ഒരു ബലിയാടായിരുന്ന, ഏറ്റവും അധമമായ ജീവിതം നയിച്ചവളെന്ന് നാട്ടുകാരാൽ മുദ്രയിടപ്പെട്ട അവൾ പാത്തുപാത്ത് വെള്ളം കോരുവാൻ വന്നിരുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ തന്റെ ജീവിതത്തിനെ പറ്റി മുഴുവനും സാക്ഷ്യം പറഞ്ഞ ഒരാളെ കണ്ടപ്പോൾ അവൻ മശിഹയാണ്, അവൻ ലോകരക്ഷകനാണ് എന്ന് മനസ്സിലാക്കി പട്ടണത്തിൽ പോയി സാക്ഷ്യം പറയുന്ന ശമരിയാക്കാരി സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമും ആത്മാവ് ലഭിക്കുമ്പോൾ ലോകമുള്ളയിടത്തോളം, ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാകുവാനാണ് നമ്മയും വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ സാക്ഷിയായി തീർന്ന ആ ശമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ
ഉണ്ടായിരുന്ന ചില പ്രത്യേകതകളൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമതായി, ആ ഒരു ഭാഗം ദീർഘഭാഗമായതുകൊണ്ട് അത് വായിക്കുന്നില്ല. അവിടെ മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണമാണ്. നമുക്ക് വളരെ പരിചിതമാണ്, എങ്കിലും വായിക്കും തോറും കൂടുതൽ ആശയങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നും ലഭിക്കും. അങ്ങനെ സാക്ഷിയായി തീർന്ന, സുവിശേഷികയായി തീർന്ന ഈ ശമരിയാക്കാരി സ്ത്രീയുടെ പ്രത്യേകതകൾ: ഒന്ന്, അവൾ സമകാലിക അറിവുള്ളവളായിരുന്നു. അവളുടെ അറിവുകൾ അവൾ ഓരോ സമയത്തും പുതുക്കിക്കൊണ്ടേ ഇരുന്നവളാണ്. യേശു വെള്ളം ചോദിച്ചപ്പോൾ തന്നെ, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു. യേശു ഒരു യഹൂദനാണ്, ഒരു യഹൂദ പുരുഷനാണ് അവിടെ ഇരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കിയത് ഒരു പക്ഷേ യേശുവിന്റെ വസ്ത്രധാരണ രീതിയിൽ, വേഷഭൂഷാദികളിൽ നിന്നും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു യഹൂദൻ എങ്ങനെയാണെന്നും ശമരിയാക്കാരൻ എങ്ങനെയാണെന്നും അവര് തമ്മിലുള്ള സംസർഗം എങ്ങനെയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരെ തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയുള്ള സംസർഗമാണ് അവരുമായി പുലർത്തേണ്ടത് എന്ന് ഉള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സമകാലിക ലോകത്തെ പറ്റിയും നമുക്ക് ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായിട്ട്, പ്രതികരണ ശേഷിയുള്ള സ്ത്രീയായിരുന്നു ഈ ശമരിയാക്കാരി സ്ത്രീ എന്ന് പറയുന്നത്. നമുക്ക് 4-ാം അധ്യായം 7-ാം വാക്യത്തില്, കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് യേശു അവളോട് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടില്ല എന്ന് അവൾക്ക് വെക്കാമായിരുന്നു, അല്ലെ? അങ്ങനെ അവൾക്ക് മുൻപോട്ട് പോകാമായിരുന്നു. പക്ഷേ കൃത്യമായ മറുപടി കൊടുക്കുവാൻ ധൈര്യമുള്ളവളും അറിവുള്ളവളുമായിരുന്നു, കൃത്യമായ പ്രതികരണ ശേഷിയുള്ളവളായിരുന്നു ഈ ശമരിയാക്കാരി സ്ത്രീ. അങ്ങനെയാണ് ആ സംഭാഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നതും അത് അവളുടെ രക്ഷയ്ക്ക് ആധാരമാകുന്നതും ഒരു പട്ടണം മുഴുവന്റെയും രക്ഷയ്ക്ക് ആധാരമാകുന്നതും. അപ്പൊ സുവിശേഷീകരണ പ്രക്രിയയില് പോകുമ്പോൾ വേണ്ട വിധത്തിലുള്ള പ്രതികരണ ശേഷി നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, അവൾ പ്രായോഗിക ജ്ഞാനം ഉള്ളവളായിരുന്നു. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ നിനക്ക് ജീവന്റെ ജലം നൽകാം എന്ന് വന്നിരുന്ന ഒരാൾ പറയുമ്പോൾ അത് കേട്ടിട്ടുടനെ എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ അത് കാണും, അതിങ്ങ് വാങ്ങിച്ചെടുക്കാം എന്നുള്ള ഒരു തത്രപ്പാട് എപ്പോഴും നമ്മൾ കാണിക്കുന്നത് അങ്ങനെയാണ്. എന്ത് കേട്ടാലും അതിനെതിരെ ആലോചിക്കാതെ നമ്മൾ ചില തീരുമാനങ്ങളും ചില വാക്കുകളും ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പോഴ് ജലം ചോദിച്ചപ്പോൾ, അവളോട് ജലം ചോദിച്ച ആളാണ്, അയാൾ പിന്നെ തിരിച്ചു പറയുകയാണ്, ജീവജലം ഞാൻ നിനക്ക് നൽകാമെന്ന്. അപ്പോൾ അത് എങ്ങനെ അവന് ലഭിക്കും, നിനക്ക് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റി ആരാഞ്ഞറിഞ്ഞ് എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ പുറകെ പോവുകയല്ല ചെയ്തത്. എടുത്തു ചാടിയുള്ള ഒരു പ്രവർത്തനമല്ല, ഒരു ആലോചനാ മനോഭാവത്തോട് പ്രായോഗികമായിട്ടുള്ള അതിന്റെ നടത്തിപ്പിനെ പറ്റിയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഈ ശമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലുള്ള ഈ പ്രത്യേകതകൾ നാം ഒന്ന് നോക്കേണ്ടതാണ്. 4-മതായിട്ട്, അവൾ ചരിത്രപരമായ അറിവുള്ളവളായിരുന്നു. അവൾ ആയിരിക്കുന്ന അവസ്ഥയിലും അവളുടെ ചുറ്റുപാടുമുള്ള ചരിത്രത്തെ പറ്റി നല്ല ബോധ്യമുള്ളവളായിരുന്നു. അവൾ പറയുകയാണ്, ഗോത്രപിതാവായ യാക്കോബ് ഞങ്ങൾക്ക് തന്നതാണ് ഈ കിണർ, ഈ നിലം. അപ്പോഴ് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു ആ കിണർ എങ്ങനെയാണ് അവിടെ വന്നത്, ഇതാർക്ക് കൊടുത്തതാണ് എന്നൊക്കെ ചരിത്രത്തെ പറ്റിയും പൂർവികരെ പറ്റിയും ഒക്കെ അറിവുള്ളവരായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പറയുന്ന യെരൂശലേമിലാണ്, ഇങ്ങനെയൊക്കെ ആ ഒരു അറിവുകൾ നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ സഭയെ പറ്റി, നമ്മുടെ മർത്തമറിയം സമാജത്തിന്റെ ചരിത്രത്തെ പറ്റി, നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തെ പറ്റി, നമ്മുടെ പരിശുദ്ധ വേദ പുസ്തകത്തിലെ പുസ്തകങ്ങളുടെ ഒക്കെ ചരിത്രത്തെ പറ്റി, നമ്മള് ജീവിക്കുന്ന സ്ഥലത്തിന്റെ ചരിത്രത്തെ പറ്റി ഒക്കെ നമുക്കും ഒരറിവുണ്ടാകണം. പലപ്പോഴും സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ
ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ചർച്ച് ഹിസ്റ്ററി ഒക്കെ എന്തിനാ പഠിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താ, എന്തൊരു ബോറാണത്, എന്തൊരു പ്രയാസമാണത്. ഈ നാട്ടിൽ എപ്പോഴും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചരിത്രത്തെ പറ്റി നല്ല ബോധ്യമുള്ളവരാകണം നാം. സുവിശേഷീകരണത്തിന്റെ ഭാഗമായി നാം തീരുമ്പോൾ നമ്മുടെ ചരിത്രത്തെ പറ്റി, മറ്റുള്ളവരുടെ ചരിത്രത്തെ പറ്റിയുമൊക്കെ ഒരു കുറച്ചൊരറിവെങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അഞ്ചാമതായി, അവൾ ബഹുമാനത്തോടെ ഇടപെടുന്നവളായിരുന്നു. വരുമ്പോൾ അവനെ ആദ്യം ഒരു യഹൂദനെന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ നിന്നും യജമാനനെ എന്നും പിന്നീട് പ്രവാചകനെ എന്നും വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോരുത്തരുടെയും അവരുടെ സ്ഥാനങ്ങളും അവരുടെ മാനങ്ങളും അവരുടെ പ്രായവും ഒക്കെ അറിഞ്ഞ് അവരെ ബഹുമാനിക്കുവാൻ കാണിക്കുന്ന ഒരു മനസ്സ് സാറ തന്റെ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു തലയോട് പറയുന്നത് പോലെ തന്നെ സ്ത്രീയുടെ തല പുരുഷനാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, നമ്മോട് കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നവരെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ഒരു പ്രത്യേക പരിഗണന അവർക്ക് നൽകുവാൻ, നമ്മുടെ വീടുകളിലുള്ള വൃദ്ധരായ മാതാപിതാക്കൾക്ക് ആ ഒരു ബഹുമാനം നൽകുവാൻ നമുക്ക് സാധിക്കണം. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറയാറുള്ളത്. ആറാമതായി, അവൾ സത്യത്തെ അംഗീകരിക്കുന്നവളായിരുന്നു. തന്റെ ജീവിതത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ, തന്നിൽ വന്നിട്ടുള്ള പാപങ്ങളൊക്കെ ക്രിസ്തു പറഞ്ഞു കൊടുക്കുമ്പോൾ, തന്റെ സ്വകാര്യ ജീവിതത്തെ തൊടുമ്പോൾ അവൾ അതിനെ അംഗീകരിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെ അവൾ ഏറ്റുപറയുകയാണ്. പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ അവൾ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന്. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴുള്ളവൻ നിയമപരമായി നിന്റെ ഭർത്താവല്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് കാട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ നിത്യജീവന്റെ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തു തള്ളിക്കളഞ്ഞ എന്താണ്? ഒരാളെ പഴി പറയാം. ആദാം പറഞ്ഞു, നീ എന്റെ കൂടെ ഇരിക്കാൻ തന്ന ഈ ഹൗവയാണ് ഈ പണിയെല്ലാം പറ്റിച്ചത്. ഹൗവ പറഞ്ഞു, പാമ്പെന്നെ ചതിച്ചു എന്ന്. അങ്ങനെ പഴി പറയാതെ അത് സ്വയം ഏറ്റെടുക്കുന്ന ശമരിയക്കാരി സ്ത്രീ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7-ാമതായിട്ട്, സംശയ നിവാരണം നടത്തുവാൻ താല്പര്യമുള്ളവളായിരുന്നു ശമരിയക്കാരി സ്ത്രീ. ഒരു പ്രവാചകനാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ തന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ അവൾ ചോദിക്കുന്നു. അവൾ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു. നമ്മളിലും പലപ്പോഴും നമ്മൾ ആരും തികഞ്ഞവരല്ല. തീർച്ചയായും എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഏറ്റവും ആദരണീയരായ മാതാപിതാക്കളൊക്കെ തന്നെ എന്നേക്കാൾ മിടുക്കരാണ്, അവർക്ക് എന്നേക്കാൾ അറിവുണ്ട്. അപ്പോൾ നമ്മളും ഈ സുവിശേഷീകരണ പ്രക്രിയയിൽ ഇറങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, നമ്മളുടെ അറിവിനുള്ള കുറവുകൾ, ഇതൊക്കെ ഇത് അറിയാവുന്നവരോട് ചോദിച്ച്, വൈദിക ശ്രേഷ്ഠരോടോ അതല്ലെങ്കിൽ നമുക്ക് മുൻപിൽ പ്രായമുള്ള ആൾക്കാരോട് ഒക്കെ ചോദിച്ച് സംശയ നിവാരണം നടത്തുവാനുള്ള മനസ്സും നാം കാണിക്കണം. 8-ാമതായി, ഭൗതികതയേക്കാൾ ആത്മീകതയെ ഇഷ്ടപ്പെട്ടവളായിരുന്നു അവൾ. ഭൗതികതയേക്കാൾ ആത്മീകതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അവൾ എന്തിനാണ് അവിടെ കിണറിന്റെ അരികെ വന്നത്? വെള്ളം കോരാൻ. ഒരു കുടവും അവളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് ഓടുകയാണ് പട്ടണത്തിലേക്ക്. സ്വന്തം കാര്യം പോലും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനായി അവൾ ഓടി ഇറങ്ങുകയാണ്. പലപ്പോഴും നമ്മുടെ സമയം അപഹരിക്കുന്നത് നമുക്ക് ഭൗതികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലരും ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ജോലിയുടെ സമയം ഒക്കെ ക്രമീകരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഭൗതികതയേക്കാൾ ആത്മീകതയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും. അതുപോലെ തന്റെ സ്വന്തം കാര്യം നോക്കാതെ ദൈവത്തിന് വേണ്ടി സ്വയം അർപ്പിക്കപ്പെട്ട് അതിനുവേണ്ടി പാഞ്ഞോടുന്ന ഒരു ശമരിയക്കാരി സ്ത്രീയെ നമുക്ക് കാണാം. 9-ാമതായി, അവൾ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നവളാണ്.
യേശുക്രിസ്തുവുമായുള്ള സംഭാഷണത്തിൽ അവൾ പറയുന്നു, 25-ാം വാക്യമൊക്കെ ആവുമ്പോൾ, ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും. നാം ആ ഒരു പ്രത്യാശ അവളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാമും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായി വളരെ വിശുദ്ധിയോടുകൂടി നോക്കി പാർക്കുന്ന, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘമാണ്. അപ്പോൾ നമ്മളിലും ഒരു പ്രത്യാശയുണ്ട്, വരുന്ന ഒരു ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പങ്കാളികളാകുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് ന്യായവിധിയെ പറ്റി നാം കാണുന്നു. അവിടെ ചോദിക്കുന്നു, എന്താണ്, കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? വിശുന്നവന് ഭക്ഷണം കൊടുത്തോ? ദാഹിച്ചവന് വെള്ളം കുടിപ്പാൻ കൊടുത്തോ? രോഗിയെ കാണാൻ പോയോ? തടവറയിൽ ഇരുന്നവനെ ചെന്ന് കണ്ടോ? നഗ്നനെ ഉടുപ്പിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് ആ ന്യായവിധി സമയത്ത് ചോദിക്കുന്നത്. എങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ക്രിസ്തുവിന്റെ പന്തിക്ക് ഇരിക്കുവാൻ ആവശ്യമായിട്ടുള്ള വിശേഷ വസ്ത്രങ്ങൾ, നീതി പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ശോധന ചെയ്യണം. ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നവളാണ് ശമരിയാക്കാരി സ്ത്രീ എന്നതുപോലെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം എത്രമാത്രം ഒരുങ്ങുന്നുണ്ട്, അതിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. 10-ാമതായി ശമരിയാക്കാരി സ്ത്രീയുടെ പ്രത്യേകതയാണ് മൂല്യമുള്ള സാക്ഷ്യം ലോകത്തിന് കൊടുത്തവളാണ്. താൻ സത്യം മനസ്സിലാക്കിയപ്പോൾ ആ സദ്വാർത്ത തന്റെ ദേശവാസികളെ അറിയിക്കുവാനും അവരെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, ആ പട്ടണം മുഴുവനുള്ള ആൾക്കാർ അവർ പറയുകയാണ്, ഇനി നീ പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ നേരിട്ട് കണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ പട്ടണത്തെ മുഴുവനും യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും 2 ദിവസം യേശു അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുവാനും അവൻ തന്നെ മശിഹ എന്ന് മനസ്സിലാക്കുവാനും അവനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ആ പട്ടണത്തിലെ മുഴുവൻ ആൾക്കാർക്കും കഴിഞ്ഞത് ഈ ഒരൊറ്റ സ്ത്രീയുടെ സാക്ഷ്യം കൊണ്ടാണ്. അതുകൊണ്ട് കൊയ്ത്ത് അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ കൊയ്ത്തിനുള്ള വേലക്കാരെ ഒരുപാട് ആവശ്യമുണ്ട്. നമ്മുടെ കൃത്യനിർവഹണത്തിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളില് പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോൾ ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കണം. പാവമംഗലമായ ഒരു ജീവിതത്തിൽ ആയിരുന്ന ശമരിയാക്കാരി സ്ത്രീ എങ്ങനെ സാക്ഷ്യമുള്ള ഒരു ജീവിതം സമൂഹത്തിന് മുൻപിൽ കാഴ്ചവെച്ചു എന്ന് നമ്മൾ ഓർക്കണം. അവളിലുള്ള പ്രത്യേകതകളാണ് നാം കണ്ടത്. ഒന്ന്, സമകാലിക അറിവുള്ളവളായിരുന്നു, പ്രതികരണ ശേഷിയുള്ളവളായിരുന്നു, പ്രായോഗിക ജ്ഞാനമുള്ളവളായിരുന്നു, ചരിത്രപരമായ അറിവുകളുള്ളവളായിരുന്നു, ബഹുമാനത്തോടെ ഇടപെടുന്നവളായിരുന്നു, സത്യത്തെ അംഗീകരിക്കുന്നവളായിരുന്നു, സംശയ നിവാരണം നടത്താൻ താല്പര്യമുള്ളവളായിരുന്നു, ഭൗതികതയേക്കാൾ ആത്മീകതയെ ഇഷ്ടപ്പെട്ടവളായിരുന്നു, ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചവളായിരുന്നു, മൂല്യമുള്ള സാക്ഷ്യം ലോകത്തിന് നൽകിയവളായിരുന്നു. അപ്പോൾ വിശുദ്ധിയോടും വിശ്വാസിക്ക് യോഗ്യമാവണ്ണം നാമും സുവിശേഷ വേല ചെയ്യണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതായി തീരുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മത്തായി 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന്. അതിന് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ചും മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ അതിന്റെ മോട്ടോ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക. പ്രാർത്ഥനയും പ്രവർത്തനവും ആയി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശമായി തീരുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സമയം ഒരുമിച്ച് ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇതിന് അവസരം തന്ന സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസന മർത്തമറിയം സമാജത്തിലെ എല്ലാവരോടും, പ്രത്യേകിച്ചും ഐസക് വി പ്രകാശച്ചൻ MGOCS-ൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഏകദേശം 23 വർഷത്തോളമായി അച്ഛനുമായിട്ടുള്ള പരിചയമുള്ള സ്നേഹബന്ധത്തിൽ ഒന്നുകൂടി ആയിരിക്കുവാൻ ദൈവം അവസരം തന്നു. അച്ഛനോടും ഭദ്രാസന മർത്തമറിയം സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരോടും, ഫാസ്റ്റിംഗ് പ്രേയറിന്റെ കോർഡിനേറ്റർ എലിസബത്ത് തരകനാന്റിയോടും, സരിതമ്പൻ കൊച്ചമ്മയോടും, അങ്ങനെ ഇന്ന് പങ്കെടുത്ത എല്ലാ കൊച്ചമ്മമാരോടും അച്ഛന്മാരോടും വചനം ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ദൂരങ്ങൾ എത്രയാണെങ്കിലും ഹൃദയങ്ങൾ തമ്മിലുള്ള ഇഴയടുപ്പം കൂടുതലായി തീരുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ,
കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഈ നിമിഷം വളരെ വിശദമായും ദീർഘമായും ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു അധ്യാപികയുടെ പരിശ്രമം വിനി കൊച്ചമ്മയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കൂടുതലായിട്ട് അതിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു സമയം ഇതിനകത്ത് ലഭിക്കുന്നില്ല. ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട് ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളത്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് രാത്രിയുടെ ആദ്യയാമം ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വിനി കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹം കേട്ട ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്.